നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ജൻ ഔഷധി മാതൃകയിൽ കുറഞ്ഞ വിലയ്ക്ക് മൃഗചികിത്സാ മരുന്നുകൾ സംസ്ഥാനത്തും പശു ഔഷധി കേന്ദ്രങ്ങൾ വരുന്നു. കുറഞ്ഞ വിലയിൽ മൃഗചികിത്സാ മരുന്നുകൾ ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പശു ഔഷധി പദ്ധതി സംസ്ഥാനത്ത് തുടങ്ങുന്നു. മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പുകൾ ചേർന്നാണ് നടപ്പാക്കുന്നത്. ജൻ ഔഷധി മാതൃകയിൽ പശു ഔഷധി വിക്രയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഇതിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു വരികയാണ്. ലൈവ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായുള്ള പദ്ധതിയിൽ എത്തനോ വെറ്റിനറി മരുന്നുകൾ ഉൾപ്പെടെയുള്ളവയുടെ ലഭ്യത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മൃഗചികിത്സാ മരുന്നുകൾ കിട്ടാനില്ലാത്തതും വില കൂടുതലാണെന്നതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യത്തിലാണ് 2025 മാർച്ചിൽ സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചത്. ഏകദേശം 134 ജനറിക് മരുന്നുകൾ പശു ഔഷധി കേന്ദ്രങ്ങളിലൂടെ വിൽക്കും. മോഡേൺ സമ്പ്രദായത്തിലുള്ള മരുന്നുകൾക്കും പുറമെ ആയുർവേദം ഉൾപ്പെടെയുള്ള നാടൻ മരുന്നുകളും ഇതുവഴി വിൽക്കും. ഒപ്പം ഗുണമേന്മയുള്ള കാലിത്തീറ്റകളും. തുടക്കത്തിൽ കന്നുകാലികളുടെ എണ്ണം കൂടുതലുള്ള ഗ്രാമീണ മലയോര മേഖലകൾക്കായിരിക്കും മുൻഗണന. പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രങ്ങൾ സഹകരണ സംഘങ്ങൾ വഴിയാണ് പ്രവർത്തിക്കുക. കേന്ദ്രം ആരംഭിക്കാൻ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ ലൈസൻസ് വേണം. സ്വന്തമായോ വാടകയ്ക്കോ കുറഞ്ഞത് 120 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം വേണം. അംഗീകൃത ഫാർമസിസ്റ്റും വേണം. 5000 രൂപയാണ് പൊതുവിഭാഗത്തിൻ്റെ അപേക്ഷാ ഫീസ്. മരുന്നുകളുടെ വിൽപ്പന വിലയുടെ 20% ലാഭം കേന്ദ്രം നടത്തുന്നവർക്ക് ലഭിക്കും. അങ്ങനെ പശുവിനെ വളർത്തുന്ന കർഷകർക്ക് എന്തുകൊണ്ടും നേട്ടം തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം.